സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. കണ്ണൂരിൽ നിന്നുള്ള RSS നേതാവ് സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ദൃശ്യമാധ്യമങ്ങൾ വളരെ ആഘോഷപൂർവ്വം ആ വാർത്ത കൊടുക്കുന്നതും നമ്മൾ കണ്ടു. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര, CPM-നിട്ടുള്ള BJP-യുടെ പുതിയ പണി, കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാക്കാൻ BJP, പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശം, ഇങ്ങനെ പല പല ആംഗിളുകളിലുള്ള വാർത്തകൾ പല ചാനലുകളിലും നമ്മൾ കണ്ടു. ഈ വാർത്തകളൊക്കെ കേട്ടാൽ തോന്നുക വെറുതെ നടന്നുപോയ സദാനന്ദനെ CPM-കാർ വെറുതെ വളഞ്ഞിട്ട് വെട്ടി കാല് മുറിച്ചു മാറ്റിയെന്നാണ്. ആ രീതിയിലുള്ള നറേറ്റീവിലാണ് മിക്ക മാധ്യമങ്ങളും സദാനന്ദനെ കുറിച്ചുള്ള വാർത്തകൾ നൽകിയത്. എന്നാൽ മാധ്യമങ്ങൾ സദാനന്ദനെ കുറിച്ച് പറയാതെ വിട്ട അല്ലെങ്കിൽ മുക്കിയ ചില വാർത്തകളുണ്ട്. സദാനന്ദനെ വെളുപ്പിച്ചെടുക്കുന്ന കൂട്ടത്തിൽ വിട്ടുപോയതാകാനും സാധ്യതയുണ്ട്. അങ്ങനെയും നമുക്ക് ആശ്വസിക്കാം. എന്തായാലും നമുക്ക് ആ വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര മാത്രമാണോ സദാനന്ദൻ? അല്ല, പിന്നെ ആരാണ്? വിവിധ മേഖലകളിലെ പ്രഗത്ഭരെ നോമിനേറ്റ് ചെയ്യേണ്ട ഓപ്ഷനിൽ രാജ്യസഭയിലെത്താൻ എന്താണ് സദാനന്ദന്റെ യോഗ്യത? ഇക്കാര്യങ്ങൾ അറിയാൻ ചില മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾ തന്നെ വായിച്ചാൽ മാത്രം മതി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ആദ്യം മാതൃഭൂമി ലേഖകൻ രാധാകൃഷ്ണൻ പട്ടാനൂരിന്റെ കുറിപ്പ് വായിക്കാം. സി സദാനന്ദൻ അത്രയും ശ്രേഷ്ഠനാണോ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. രാജ്യസഭയിലേക്ക് കല, സാഹിത്യം, സംഗീതം, കായികം, സംസ്കാരം, ശാസ്ത്രം, നിയമം എന്നീ രംഗങ്ങളിൽ അതിപ്രഗത്ഭരായ 12 പേരെ 6 വർഷത്തേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ വ്യവസ്ഥയുണ്ട്. അങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ ഒന്ന് കണ്ണോടിച്ചാൽ ഇതുവരെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ ഔന്നത്യം വ്യക്തമാകും. സച്ചിൻ ടെണ്ടുൽക്കർ, ലതാ മങ്കേഷ്കർ, MS സ്വാമിനാഥൻ, ഫാലിയസ് നരിമാൻ, അമൃത പ്രീതം, MF ഹുസൈൻ, മൃണാൾ സെൻ, കസ്തൂരി രംഗൻ, വൈജയന്തിമാല, കുൽദീപ് നയ്യാർ, ശിവാജി ഗണേശൻ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. മട്ടന്നൂരിനടുത്ത് പഴശ്ശി പെരിഞ്ചേരി സ്വദേശിയും കുഴിക്കൽ LP സ്കൂൾ അധ്യാപകനുമായിരുന്ന സി സദാനന്ദൻ ഇതിലേത് മേഖലയിലാണ് അസാധാരണമായ പ്രാഗൽഭ്യം തെളിയിച്ചത് എന്ന് ചോദിക്കുകയാണ് രാധാകൃഷ്ണൻ പട്ടാനൂർ. രാഷ്ട്രീയ സംഘടനത്തിൽ 2 കാലം നഷ്ടപ്പെട്ടത് രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള യോഗ്യതയാണോ? ഇനി സി സദാനന്ദന് 2 കാലം നഷ്ടപ്പെടാനിടയായ സംഭവത്തിലേക്ക് വരാം എന്ന് അദ്ദേഹം കുറിക്കുന്നു. 1993 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സദാനന്ദൻ പഠിപ്പിക്കുന്ന കുഴിക്കൽ LP സ്കൂളിലെ, അതായത് ഈ സ്കൂൾ അദ്ദേഹത്തിൻ്റെ കുടുംബ വകയാണ് എന്നും രാധാകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സ്കൂളിലെ കുട്ടികളെ രക്ഷിതാക്കളുടെ അനുമതി പോലും വാങ്ങാതെ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിക്കാൻ കൊണ്ടുപോയി. കുട്ടികളുടെ കൂട്ടത്തിൽ CPIM പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി PM ജനാർദ്ദന്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഷിനോജും സ്കൂളിൽ ചേർത്തില്ല എങ്കിലും 1ാം ക്ലാസ്സിൽ ഇരിക്കുന്ന മകൾ ഷിജിനയും ഉണ്ടായിരുന്നു. കല്ലുവെട്ട് തൊഴിലാളിയായ ജനാർദ്ദനൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ മക്കൾ വീട്ടിലില്ല. സദാനന്ദൻ മാഷ് അമ്പലത്തിൽ എത്തണമെന്ന് പറഞ്ഞ് 2 പേരും ഉച്ചയ്ക്ക് തന്നെ പോയി എന്നാണ് ഭാര്യ നൽകിയ വിവരം. മക്കളെ അന്വേഷിച്ച് ജനാർദ്ദനൻ സ്കൂളിൽ എത്തിയപ്പോൾ കുട്ടികൾ ഇരുട്ടത്ത് എവിടെയും പോകാനാകാതെ സ്കൂൾ മുറ്റത്ത് നിന്ന് കരയുകയാണ്. ഒരു ജീപ്പിൽ കുട്ടികളെ സ്കൂളിൽ ഇറക്കിവിട്ട ശേഷം അവർ സ്ഥലം വിട്ടു. അതായത് ഈ സദാനന്ദൻ മാഷും കൂട്ടരും സ്ഥലം വിട്ടു. കൃഷ്ണവേഷം കെട്ടി ദീർഘനേരം സഞ്ചരിച്ചതിനാൽ കുട്ടികൾ തീർത്തും അവശരായിരുന്നു. ശരീരം മുഴുവൻ പലതരം ചായം പൂശിയത് കാരണം അലർജിയായി കുട്ടികളുടെ ശരീരം തിണർത്തിരുന്നു. ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കുട്ടികൾക്ക് കിട്ടിയതുമില്ല. ജനാർദ്ദനൻ മക്കളെയും കൂട്ടി വീട്ടിൽ വന്നു. പിറ്റേന്ന് സ്കൂളിലെത്തിയ ജനാർദ്ദനൻ സദാനന്ദൻ മാഷിന്റെ നടപടിയെ ചോദ്യം ചെയ്തു. പിന്നെ വാക്കേറ്റമായി. ജനാർദ്ദന്റെ അടുത്ത ബന്ധു കൂടിയാണ് സദാനന്ദൻ, അക്കാര്യം ഓർക്കണം. അടുത്ത ദിവസം ജനാർദ്ദനൻ ജോലിക്ക് പോകാനായി രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇരുട്ടിക്കടുത്ത പുന്നാടായിരുന്നു ജോലി സ്ഥലം. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് മാറി കയറണം. ബസ് സ്റ്റാൻഡിലെ ഷാജി ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ച് ഇരുട്ടി ബസ്സിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് ജനാർദ്ദനെ പിന്നിൽ നിന്ന് 2 പേർ പിടിച്ച് റോഡിലിട്ടു. തുടർന്നെത്തിയ 2 പേർ റോഡിൽ വീണ് കിടക്കുന്ന ജനാർദ്ദനെ കമ്പിപ്പാര കൊണ്ട് പൊതിരെ തല്ലി, കൊടുവാൾ കൊണ്ട് തുരുതുരെ വെട്ടി. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മുകുന്ദൻ നിലവിളിച്ചപ്പോൾ അയാളെ തല്ലി ഓടിച്ചു. അതിരാവിലെ ആയതിനാൽ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കുറവായിരുന്നു. ജനാർദ്ദനൻ മരിച്ചു എന്ന് കരുതി അക്രമികൾ ജീപ്പിൽ സ്ഥലം വിട്ടു. ജനാർദ്ദനന് ബോധം തെളിയുമ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു. 3 മാസം അവിടെ കിടന്നു. നിരവധി ശസ്ത്രക്രിയകൾ നടന്നു. ഒരുവിധം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഈ പാവപ്പെട്ട കല്ലുവെട്ട് തൊഴിലാളിയുടെ സാധാരണ ജീവിതം അതോടെ തീർന്നു എന്ന് രാധാകൃഷ്ണൻ പട്ടാനൂർ എഴുതുന്നു. RSS നേതാവായ സദാനന്ദന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു ജനാർദ്ദനന് നേരെയുള്ള ആക്രമണം. ജനാർദ്ദനന്റെ ബന്ധു കൂടിയായിരുന്നു സദാനന്ദൻ മാഷ് എന്ന കാര്യവും ഓർക്കണം. കേസിൽ 1ാം പ്രതി സദാനന്ദനാണെങ്കിലും കോടതി ശിക്ഷിച്ചില്ല.
കേരളത്തിലെ മാർക്സിസ്റ്റ് ഭീകരതയെക്കുറിച്ച് ദേശീയതലത്തിൽ വാർത്ത സൃഷ്ടിക്കാനാണ് സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന് വ്യക്തമാണ്. കേരളത്തിലെ ചാനലുകളും വീണ് കിട്ടിയ അവസരമാക്കി ഈ സംഭവത്തെ മാറ്റുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം RSS എന്ന ഭീകര സംഘടന വിശുദ്ധമാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രാജ്യത്ത് എത്ര കമ്മ്യൂണിസ്റ്റുകളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും ചോരക്കറകൾ അവരുടെ കൈകളിൽ ഉണങ്ങാതെ കിടപ്പുണ്ട്. തുടർന്ന് RSS ബോംബേറിൽ കാല് നഷ്ടപ്പെട്ട അഷ്നയുടെ കാര്യവും പറഞ്ഞാണ് രാധാകൃഷ്ണൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗം കൂടി വായിക്കാം. മനോരമയിലും മീഡിയ വണ്ണിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന മുൻ മാധ്യമ പ്രവർത്തകൻ K. സുനിൽകുമാറിന്റെയാണ് പോസ്റ്റ്. C. സദാനന്ദൻ എന്ന RSSകാരനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് അക്രമ രാഷ്ട്രീയത്തിനെതിരായ വലിയ സന്ദേശമായാണ് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. രാജ്യസഭയിലേക്ക് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും മറികടന്നാണ് ഈ നിയമനം എന്നത് പോലും ബോധപൂർവം മറച്ചുവെക്കപ്പെടുന്നു. ഏതെങ്കിലും മേഖലകളിൽ പ്രാവീണ്യമോ വൈദഗ്ധ്യമോ ഉള്ളവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നും സുനിൽ എഴുതുന്നു. നേരത്തെ രാധാകൃഷ്ണൻ പട്ടന്നൂർ എഴുതിയതുപോലെ നരേന്ദ്രമോദിയുടെ കാലത്ത് അതൊക്കെ പാലിക്കുമെന്ന പ്രതീക്ഷ തന്നെ അസ്ഥാനത്താണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഇനി സി സദാനന്ദൻ സമാധാനത്തിൻ്റെ ശുഭ്രവസ്ത്രമണിഞ്ഞ മാലാഖയാണോ? അല്ല എന്ന് മാത്രമല്ല, കണ്ണൂരിലെ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പരമ്പരയിൽ ഒരു പക്ഷത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു അയാൾ. ക്രിമിനൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആസൂത്രകനും നടത്തിപ്പുകാരനുമായിരുന്നു RSSന്റെ കണ്ണൂർ ജില്ലാ നേതാവായിരുന്ന സദാനന്ദൻ. ഇനി സദാനന്ദന്റെ കാൽ വെട്ടിയതിന് RSS പ്രതികാരം നിറവേറ്റി. SFI നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന KV സുധീഷിനെ വീട്ടിൽ കയറി അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് 37 വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തി. അതിനുശേഷവും പ്രതികാര കൊലപാതകങ്ങളും അക്രമങ്ങളും നടന്ന കാര്യവും സുനിൽകുമാർ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സദാനന്ദൻ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെ നേരിട്ട സമാധാനത്തിൻ്റെ വിശുദ്ധ മാലാഖയല്ല, മറിച്ച് ഒരു പക്ഷത്ത് നിന്ന് കൊലപാതക അക്രമ രാഷ്ട്രീയത്തെ ആളിക്കത്തിച്ച നേതാക്കളിൽ ഒരാളാണ്. കടുത്ത വർഗീയ പ്രചാരണങ്ങൾക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഒരാളാണ്. അതിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിച്ച് RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും അതിലാണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതിനുള്ള അംഗീകാരമാണ് രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ. അത് സമൂഹത്തിന് നൽകുന്നത് തികച്ചും പ്രതിലോമകരമായ സന്ദേശമാണെന്നും പറഞ്ഞാണ് സുനിൽകുമാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം നടമാടിയിരുന്ന കാലത്ത് ഒരു പക്ഷത്ത് നിന്ന് ആളുകളെ കൊല്ലാനും ആക്രമിക്കാനും നിർദ്ദേശം നൽകിയ നേതാവിനെയാണ് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇര എന്ന നിലയിൽ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എന്നതാണ് സത്യം. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിലെ നോമിനേഷന്റെ ചട്ടലംഘനത്തെക്കുറിച്ച് ചർച്ച വന്നില്ല. സദാനന്ദൻ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമാണ് എന്നാണ് രാഷ്ട്രപതി ഭവന്റെ ഉത്തരവിൽ പറയുന്നത്. ഇങ്ങനെ ചാർത്തി നൽകിയ വിശേഷണങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായി ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല. പകരം കൂടുതൽ സമയവും മാധ്യമങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത് CPM അക്രമത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ എന്നാണ്. അതേസമയം ഈ സ്ഥാനത്ത് P. ജയരാജൻ ആയിരുന്നെങ്കിലോ വെറുതെ ചിന്തിച്ചു നോക്കിയേ, ആകെ പുകിലായനെ. ഈ റിപ്പോർട്ടിംഗ് ഒക്കെ നേരെ U-ടേൺ അടിച്ചനെ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു റിപ്പോർട്ടിൽ സദാനന്ദന്റെ ഒരു പഴയ ബൈറ്റ് ഞാൻ കണ്ടു. തൻ്റെ കാല് വെട്ടിയില്ലായിരുന്നുവെങ്കിൽ KV സുധീഷ് എന്ന SFI നേതാവ് കൊല്ലപ്പെടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ലാഘവത്തോടെ പറയുന്നത്. അത് പ്രവർത്തകരുടെ സ്വാഭാവികമായ പ്രതികരണമാണെന്നാണ് സദാനന്ദൻ വിശദീകരിക്കുന്നത്. അതായത് ഒരു കൊലപാതകം ഈ സദാനന്ദന്റെ കാല് വെട്ടിയതിൻ്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു എന്ന് വളരെ ലാഘവത്തോടെ വിശദീകരിക്കുന്ന ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സദാനന്ദനെ, ആ ബൈറ്റിൽ പഴയ സദാനന്ദനെ നമുക്ക് കാണാം. അങ്ങനെയുള്ള സദാനന്ദനെയാണ് അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാക്കി വെളുപ്പിക്കാൻ നോക്കുന്നത്. ഉന്നത വ്യക്തികളെ രാജ്യസഭയിൽ എത്തിക്കുന്ന വഴിയെ പുതിയ ചട്ടങ്ങൾ നൽകി ഒളിച്ചു കടത്തുന്നത്. അതിന് ഒരു വിമർശനം പോലും ഉന്നയിക്കാതെ, ചോദ്യം പോലും ചോദിക്കാതെ പേര് കേട്ട മലയാള മാധ്യമങ്ങൾ സദാനന്ദൻ മാസ്റ്റർ എന്നൊക്കെ വിളിച്ച് വിശേഷണങ്ങൾ കൊണ്ട് മൂടുന്നത്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള നീക്കങ്ങളിലാണ് BJP. അതിൻ്റെ ഭാഗമാണ് സദാനന്ദൻ്റെ നോമിനേഷനും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനിയും ഇതുപോലുള്ള പല പരിപാടികളും BJP കാണിച്ചെന്ന് വരും. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയ PS ശ്രീധരൻപിള്ള വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന വാർത്തകളും വരികയാണ്. ഇങ്ങനെ പല സുവർണ അവസരങ്ങളും മലയാളിക്ക് മുന്നിൽ തെളിഞ്ഞു വരികയാണ്. V. മുരളീധര പക്ഷത്തെ ഒതുക്കി BJP പിടിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് ബുദ്ധി ഇതുപോലുള്ള പല കാര്യങ്ങളും ഇനിയും പയറ്റുമെന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ജാഗ്രതയോടെ കേരള രാഷ്ട്രീയത്തെ വീക്ഷിക്കാം, കൃത്യമായ നിലപാടെടുക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും
അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.